നമസ്കാരം. മുഖ്യമന്ത്രിയുടെ പ്രതിവാര ടെലിവിഷൻ സംവാദ പരിപാടിയായ നാം മുന്നോട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. വിദ്യാർത്ഥികളെയും യുവാക്കളെയുമാണ് വലിയ തോതിൽ ഈ ലഹരി മാഫിയ ലക്ഷ്യമിടുന്നത്. അപ്പോൾ വിദ്യാലയങ്ങളും കോളേജുകളും മറ്റ് പ്രൊഫഷണൽ സ്ഥാപനങ്ങളും അത്തരം സ്ഥാപനങ്ങളിലാകെ വലിയ തോതിലുള്ള പ്രതിരോധം തീർക്കാനാകണമെന്നാണ്. അതോടൊപ്പം നാടാകെ ചേർന്ന് നിൽക്കുകയുള്ളൂ. ശിരസ്സുയർത്തിപ്പറയുക ലഹരിക്കടിപ്പെടില്ലൊരു നാളും നാം വരം കണക്കെ കിട്ടിയ ജീവിതം എറിഞ്ഞുടയ്ക്കുകയില്ല നാം. മുൻപ് ഇല്ലാത്ത രീതിയിലുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ഇന്നിപ്പോൾ ഇന്ത്യയിലാകെ അവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. കാരണം ഇപ്പോൾ ഓരോ മുക്കിലും മൂലയിലേക്കും ഈ ലഹരി പദാർത്ഥങ്ങൾ എത്തിക്കാനുള്ള കൊറിയേഴ്സായി ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് വളർന്നു. ഇതുകൊണ്ട് തന്നെ എന്തുപറ്റി, മുൻപൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്വഭാവത്തിൽ നിന്ന് ഈ ലഹരിയുടെ ഉപയോഗത്തിൻ്റെ സ്വഭാവം മാറി. എല്ലാ തുറകളിലും എല്ലാ സ്ഥലങ്ങളിലും എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഇടപെട്ടാൽ മാത്രമേ ഇതിനെ ഓരോ തലത്തിലും നമുക്ക് തടയാൻ സാധിക്കുള്ളൂ. അത് നമ്മൾ കേരളം മാത്രമേ ഉള്ളൂ ആ പ്രശ്നം നമ്മൾ ഏറ്റെടുത്തത്. ബാക്കി അന്യ 27 സംസ്ഥാനങ്ങളിലെ ഇത് ഒരു ചർച്ച വിഷയം പോലും ഇല്ല സർ. അപ്പോൾ ഇത് ഒരു പക്ഷേ അത് നല്ല കാര്യമാണ്. ഇവിടെ ആളുകൾ ഇത് ഉപയോഗിക്കുന്നു, നമ്മൾ നടപടി എടുക്കുന്നു. അപ്പോൾ കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു അറിവ് പകർന്നു നൽകാനായിട്ട് പാഠ്യപദ്ധതിയിൽ തന്നെ അവരുടെ സിലബസിൽ തന്നെ ഇപ്പോൾ മുയലിൻ്റെയും ആമയുടെയും ഒക്കെ കഥകൾ പഠിക്കുന്നത് പോലെ തന്നെ കുട്ടികൾ ഈ ലഹരി ഉപയോഗം മൂലം ഉണ്ടാകാവുന്ന ഗുരുതരമായിട്ടുള്ള ഭവിഷ്യത്തുകളെക്കുറിച്ച് മനസ്സിലാക്കുന്നതും പഠിക്കുന്നതും വളരെ നല്ലതായിരിക്കും. സംസ്ഥാനത്ത് മാത്രമല്ല, സംസ്ഥാനത്തിന് പുറത്തുള്ളവരെ അടക്കം അവർക്ക് പിടികൂടാൻ കഴിയുന്നുണ്ട്. അത് നല്ല ഫലപ്രദമായ നീക്കങ്ങൾ തന്നെയാണ് നടക്കുന്നത്. അത് ശക്തിപ്പെടുത്തുക, ആ വഴിക്ക് നല്ല രീതിയിലുള്ള നടപടികൾ പോലീസും എക്സൈസും സ്വീകരിക്കുന്നു. അത് കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. ഈ ഒരു പോരാട്ടത്തിൽ എങ്ങനെയായിരിക്കും കേരളം ശ്രദ്ധേയമായിട്ടുള്ള മാതൃകകൾ സൃഷ്ടിക്കാൻ പോകുന്നത്? ലോകത്തിന് ഒട്ടേറെ ഏടുകൾ സമ്മാനിച്ചിട്ടുള്ള കേരളത്തിന് ഈ പോരാട്ടത്തിൻ്റെ കുന്തമുന ആകാൻ കഴിയുമോ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഈ സംവാദത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ സംവാദത്തിൽ പങ്കെടുക്കുന്ന പാനലിസ്റ്റുകളെ നമുക്ക് പരിചയപ്പെടാം. മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു, മുൻ ജയിൽ DGP ഋഷിരാജ് സിംഗ്, ലോകപ്രശസ്ത സഞ്ചാരിയും വ്യവസായിയുമായ സന്തോഷ് ജോർജ് കുളങ്ങര, അഭിനേത്രി സരയു, കൊല്ലം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പത്മകുമാർ. സന്തോഷ്, താങ്കൾ ലോകം മുഴുവൻ ചുറ്റുന്ന ഒരാളാണ്. മലയാളിയെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും ഈ ലഹരിയുടെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വ ബോധം ഇല്ലാത്ത ആൾക്കാരാണെന്ന് താങ്കൾ പലപ്പോഴും പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് ഈ മദ്യത്തിൻ്റെയോ കഞ്ചാവിൻ്റെയോ ലഹരി അല്ല, അപ്പുറത്തുള്ള വലിയൊരു വിപത്താണ്. എങ്ങനെയാണ് സന്തോഷം അതിനെ കാണുന്നത്? ഇത് അടുത്ത കാലത്ത് അത് കുട്ടികളിലേക്ക് പടരുന്നു എന്നുള്ളതാണല്ലോ നമ്മളെ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. കുട്ടികളിലേക്ക് എത്തുന്നു. അത് ഹൈസ്കൂള്, ഹയർ സെക്കൻഡറി. അതിനു മുമ്പ് ഈ കഞ്ചാവും മദ്യവും ഒക്കെ ബാധിച്ചിരുന്നത് ഒരു ഘട്ടം വരെ എനിക്ക് തോന്നുന്ന വയസ്സന്മാരെയായിരുന്നു. അതുകൊണ്ട് നമുക്കൊരാശ്വാസം ഉണ്ടായിരുന്നു, ഇത് വേറൊരു തീർന്നു പോകുന്നൊരു തലമുറയാണെന്നുള്ളത്. ഇനി വളരാനിരിക്കുന്ന ഈ നാടിൻ്റെ പ്രതീക്ഷയായ തലമുറയിലേക്ക് ഇത് ബാധിക്കുമ്പോഴാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം, ചില രാജ്യങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ കുട്ടികൾ ഇപ്പോൾ സ്കൂളിലേക്ക് പോകുന്നത് പഠിക്കാനായിട്ടാണ്. പാഠ്യപദ്ധതി, പാഠപുസ്തകം, ഇതാണ് അതിൻ്റെ ഓറിയൻറ്റേഷൻ. ശരിക്കും പറഞ്ഞാൽ ഈ ഹൈസ്കൂള് +2 ലെവലിലേക്ക് എത്തുന്ന കുട്ടികളെ അവർക്കിപ്പോൾ എനിക്ക് തോന്നുന്നത് അവരുടെ എക്സൈറ്റ്മെൻറ്റ്, അവരുടെ ആവേശം, ലഹരി ഒക്കെ ഉപയോഗപ്പെടുത്തുന്ന മറ്റ് ചില പ്ലാറ്റ്ഫോമുകളോട് നമ്മൾ ഉണ്ടാക്കണം. അവരെ മറ്റ് ചില പ്രവർത്തനങ്ങളിലൂടെ ഇൻവോൾവ് ആക്കണം. അവർക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സമയം കിട്ടാത്ത രീതിയിലേക്ക് അവരെ എൻഗേജ്ഡ് ആക്കണം. അവർക്ക് ഏറ്റവും ആസ്വദിക്കാൻ കഴിയുന്ന, അവർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കുറേയേറെ ആക്ടിവിറ്റീസിലേക്ക് ഇതിനെ മാറ്റണം. അപ്പോൾ നമ്മുടെ പാഠ്യപദ്ധതിയെ ഈ പഠിക്കാനുള്ള അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന കാര്യങ്ങളിൽ നിന്നും മാറ്റി മറ്റ് ചില മേഖലകളിലൂടെ തിരിക്കണം. ഇപ്പോൾ ഞാനൊരിക്കലും ബാലിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ചയുണ്ട്. അവിടെ ഉബൂദ് എന്ന് പറഞ്ഞൊരു ചരിത്ര നഗരമുണ്ട്. അവിടെ ഒരു രാജ ആസ്ഥാനമായിരുന്ന ഒരു ചെറിയ നഗരമാണ്.
അവിടെ സഞ്ചരിക്കുമ്പോൾ അവിടെ ഉൾനാട്ടിലെ ചില ഇടവഴികളിലൂടെയൊക്കെ ഞാനിങ്ങനെ ക്യാമറയായിട്ട് നടക്കും, ചില ക്ഷേത്രങ്ങളിലേക്ക് പോകും. ഇങ്ങനെ വരുമ്പോൾ ഒരു ക്ഷേത്രത്തിലേക്കുള്ള, ഒരു പുരാതന ക്ഷേത്രമാണ്, അതിലേക്കുള്ള വഴികൾ കുറേ പെൺകുട്ടികൾ ചേർന്ന് അടിച്ച് വൃത്തിയാക്കുകയാണ്. യൂണിഫോം ഇട്ട പെൺകുട്ടികളാണ്. അപ്പോൾ ഇതെനിക്കൊരു കൗതുകമായിട്ട് തോന്നി. ഇത്തിരി കഴിഞ്ഞ് ഞാൻ വേറൊരു സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ ഒരു രക്ഷിതാവ് കുട്ടികളെ കൊണ്ടുവന്ന് സ്കൂട്ടറിൽ കൊണ്ടുവന്ന് സ്കൂളിന് മുമ്പിൽ ഇറക്കി വിടുകയാണ്. ഈ ഇറങ്ങി വരുന്ന കുട്ടികളുടെ കയ്യിൽ സ്കൂൾ ബാഗുണ്ട്, വേറെന്തോ ഒരു സഞ്ചിയുണ്ട്, ഒരു ചൂലുമുണ്ട്. അപ്പോൾ ഈ സ്കൂളിലേക്ക് വരുന്ന കുട്ടികളുടെ ഒരു ദിവസത്തെ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് ഒരു പീരീഡ് ജോലി ഈ സ്കൂളിൻ്റെ പരിസരവും അവിടുത്തെ പൊതുസ്ഥലവും വൃത്തിയാക്കിയിട്ടില്ല, ക്ലീൻ ചെയ്യല, ഓരോ ക്ലാസ്സുകാർക്കും വീതം വെച്ച് കൊടുത്തിരിക്കുക. അതുപോലെ തന്നെ പ്രകൃതി സംരക്ഷണം. ഇവൻ 1ാം ക്ലാസ്സിൽ ചേരുമ്പോൾ ഒരു മരം നട്ടാൽ ഇവൻ 10ാം ക്ലാസ്സിൽ പോകുമ്പോൾ അല്ലെങ്കിൽ 12ാം ക്ലാസ് കഴിയുമ്പോഴേക്കും ആ മരത്തിനൊരു നിശ്ചിത വളർച്ചയുണ്ടായാൽ അവനൊരു മാർക്ക് കിട്ടുന്നൊരു സിസ്റ്റം ഉണ്ടാകുന്നു. ഇതുപോലെ നമ്മുടെ നാടിന് ഈ ലഹരി മുക്ത പ്രവർത്തനം അല്ലെങ്കിൽ ലഹരിയിൽ നിന്ന് കുട്ടികളെ മാറ്റുന്നൊരു പ്രവർത്തനത്തോടൊപ്പം ഇത് നാടിന് പ്രയോജനമുള്ളൊരു ക്യാമ്പയിനും ഒരു ക്രിയേറ്റീവായ നാടിനെ ആകെ മാറ്റിമറിക്കുന്ന ഒരു ആശയം കൂടി ആക്കി മാറ്റാൻ കഴിഞ്ഞാൽ നമുക്ക് 2 ഗുണം ഉണ്ടാവും. കേരളം ഒന്നാകെ അങ്ങ് മാറും. നമ്മുടെ പൊതുസ്ഥലങ്ങളെ സൗന്ദര്യവൽക്കരിക്കുകയും ഒരു സ്കൂളുകാർ ആ സ്കൂളിൻ്റെ തെക്കോട്ടും വടക്കോട്ടുമുള്ള അല്ലെങ്കിൽ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടുമുള്ള ഓരോ കിലോമീറ്റർ റോഡ് സൈഡിനെ കേരളത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായ ലോക നിലവാരമുള്ള റോഡ് സൈഡാക്കി മാറ്റുന്ന ഒരു പ്രതിജ്ഞ എടുക്കുകയും അവർക്ക് ചില പീരീഡുകൾ വൈകുന്നേരങ്ങൾ ഇതിനുള്ള സമയം കൊടുക്കുകയും അതുപോലെ മറ്റ് സാമൂഹ്യ പ്രവർത്തനങ്ങൾ, മറ്റ് ചില ആക്ടിവിറ്റികൾ, സ്വിമ്മിങ് പോലുള്ള ചില പ്രവർത്തനങ്ങൾ, ഇങ്ങനെ ഈ കുട്ടികളുടെ ശ്രദ്ധയെ ഈ പഠനം അല്ലെങ്കിൽ ഈ പഠനത്തിൽ വലിയ താല്പര്യമില്ലാത്തവരുമാണ് പലപ്പോഴും ഈ മറ്റ് പണി അന്വേഷിച്ച് നോക്കുന്നത്. അവർക്ക് എൻഗേജ്ഡ് ആകാൻ കഴിയുന്ന, അല്ലെങ്കിൽ കാണാതെ പഠിക്കാനുള്ള മിടുക്കില്ലാത്തവന് അവൻ്റെ വൈദഗ്ധ്യവും സ്കില്ലും പ്രയോജനപ്പെടുത്താവുന്ന നിരവധി ഇത്തരം ആക്ടിവിറ്റീസിലൂടെ ഒരു പൗരബോധമുള്ളൊരു സമൂഹത്തെ സൃഷ്ടിക്കാനും പറ്റും. ഈ ലഹരിയിലേക്കുള്ള തിരിച്ചുപോക്ക് ഒഴിവാക്കാനും പറ്റും. അപ്പോൾ ഇങ്ങനെ ജപ്പാനിൽ പോയപ്പോൾ എന്താ കണ്ടത്? ജപ്പാനിൽ ശരിക്കും ഞാൻ ഒരു 4 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത്തരം ഡീറ്റെയിൽസിലേക്ക് കൂടുതൽ പോകാൻ പറ്റിയില്ല. അതിൻ്റെ കാര്യം ഞാൻ പറയാം. ജപ്പാനിൽ ജോലി ചെയ്യുന്ന ഒരാൾ എൻ്റെ വൈഫിനെ കാണാൻ വേണ്ടി വന്നിരുന്നു. അവർ പഴയ ടീച്ചറായിരുന്നല്ലോ, ആ ടീച്ചറുടെ ശിഷ്യനാണ് ഇയാൾ. അപ്പോൾ അയാളുടെ കുട്ടികൾ അവിടെയാണ് പഠിക്കുന്നത്. പ്രാഥമിക ക്ലാസ്സുകളിൽ വലിയ പഠനമില്ല. എന്തൊക്കെയാണ് കുട്ടി വളർന്നു വരുമ്പോൾ ചെയ്യേണ്ടത് എന്ന കാര്യങ്ങളാണ് പോലും പഠിപ്പിക്കുന്നത്. മറ്റ് പാഠപുസ്തകം പ്രധാനമല്ല. അതിനോടൊപ്പം ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യുക. അവിടെ റൂം ക്ലീൻ ചെയ്യാനൊന്നും വേറെ ആളില്ല, ഈ കുട്ടികൾ തന്നെയാണ് ക്ലീൻ ചെയ്യുന്നത്. ക്ലോസറ്റും ക്ലീൻ ചെയ്യുന്നത് ഈ കുട്ടികൾ തന്നെയാണ്. അതിൻ്റെ ഭാഗമാണല്ലോ പണ്ട് ഒരു വാർത്ത നമ്മൾ കണ്ടപ്പോൾ ആശ്ചര്യപ്പെട്ടല്ലോ, ഒരു മൈതാനിയിൽ കളി നടന്നിട്ട് അവർ ടീം മുഴുവനായിട്ട് വൃത്തിയാക്കി, ജപ്പാൻ ടീം വൃത്തിയാക്കി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനൊരു കൾച്ചർ അവർ വളർത്തിയെടുക്കുകയാണ്. ഇത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുമായി ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നമ്മുടെ നാട്ടിൽ ഒറ്റയടിക്ക് നടപ്പാക്കൽ പ്രയാസമാവും. കാരണം ആളുകളെല്ലാം ഈ കുട്ടികളെക്കാളും വലിയ പ്രശ്നം നമ്മുടെ രക്ഷിതാക്കൾക്കുള്ള മാനസിക നിലയാണല്ലോ. കുട്ടി പഠനം തുടങ്ങുന്നതിന് മുൻപ് തന്നെ കുട്ടി ആരാകണം തീരുമാനിക്കില്ലേ രക്ഷിതാക്കൾ. അതിൻ്റെതായ സമ്മർദ്ദമാണല്ലോ ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എത്രത്തോളം നടപടികൾ എടുക്കാൻ പറ്റും അത് ആലോചിക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവർ ആലോചിക്കുന്നുണ്ട്. സന്തോഷം. യഥാർത്ഥത്തിൽ അമേരിക്കയിലേക്ക് ഒരു വിദ്യാർത്ഥി സ്പോർട്സിന് പോകുന്നില്ലെങ്കിൽ വീട്ടുകാർക്ക് വലിയ വിഷമമാണ്. എന്നുവെച്ചാൽ ഇവൻ മറ്റേലേക്ക് വഴിമാറുക എന്നുള്ളതാണ്. സരയു, അതായത് ഇന്ന് യുവാക്കളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് കലാരൂപം എന്ന് പറയുന്നത് സിനിമയാണ്. പക്ഷേ ഇന്ന് സിനിമയെക്കുറിച്ച് എല്ലാവർക്കും ഒരുപാട് ആക്ഷേപങ്ങളുണ്ട്. എന്താ കാരണം വെച്ചാൽ വയലൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്ന, ഘോഷിക്കുന്ന ഒരുപാട് രംഗങ്ങൾ സിനിമയിലേക്ക് വരുന്നു. ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്, ക്രിയേറ്റിവിറ്റി ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും ഒരു പക്ഷേ നമ്മുടെ സംസ്ഥാനം അല്ലെങ്കിൽ നമ്മുടെ ലോകം അഭിമുഖീകരിക്കുന്ന ഒരു പ്രതിസന്ധിയെക്കുറിച്ച് നമ്മുടെ സിനിമാ നിർമ്മാതാക്കൾക്കും അല്ലെങ്കിൽ അവരുടെ സൃഷ്ടികൾക്കും ഒരു ബോധം വേണ്ടതുണ്ടോ, അതെയോ ഇത് സൃഷ്ടിയുടെ ഒരു സർഗാത്മകതയായിട്ട് വിട്ടുകൊടുക്കണോ? എന്താ സരയുവിൻ്റെ അഭിപ്രായം? സിനിമ സർ ഒരു പരിധിക്കപ്പുറം സമൂഹത്തെ സ്വാധീനിക്കുന്നുള്ള അഭിപ്രായത്തോട് എനിക്ക് യോജിക്കാൻ സാധിക്കില്ല. കാരണം സിനിമ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ചലിക്കുന്ന ഒന്നാണ്. സിനിമയിൽ നമ്മൾ കാണിക്കാൻ ശ്രമിക്കുന്നത് സമൂഹത്തിൻ്റെ റിഫ്ലക്ഷൻസ് തന്നെയാണ് പലപ്പോഴും കഥാപാത്രങ്ങളും കഥയായിട്ടും ഒക്കെ വരുന്നത്. അപ്പോൾ ഇനി അങ്ങനെ സ്വാധീനിക്കുന്നുവെങ്കിൽ, നമ്മുടെ കുട്ടികളെ സ്വാധീനിക്കുന്നെങ്കിൽ സിനിമയെ കലാരൂപമായിട്ടും സിനിമാ താരങ്ങളെ അഭിനേതാക്കളായി മാത്രം കാണാനുള്ളൊരു വിവേകവും ഒരു ബോധവും കുട്ടികളിൽ ഉണ്ടാവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സിനിമയേക്കാൾ ഞാൻ പേടിക്കുന്നത് അവരുടെ കൈകളിലുള്ള മൊബൈൽ ഫോൺസിനെയാണ് പലപ്പോഴും. അതാണ് കൂടുതൽ അപകടകാരി എന്ന് ഞാൻ പലപ്പോഴും പേടിക്കാറുണ്ട്. കാരണം ഇപ്പോൾ പഠനമായാൽ പോലും അതിനും അവർ ആശ്രയിക്കുന്നത് മൊബൈൽ ഫോൺസിനെയാണ്. ഈവൻ അസൈൻമെൻറ്റ്സ് പോലും ChatGPT ചെയ്തു കൊടുക്കുന്നൊരു കാലത്ത് അതിൻ്റെ ഒരു ഐറണി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്,
പലപ്പോഴും നമ്മൾ കുട്ടികൾ ഇൻട്രോവേർട്ടായി മാറുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അപ്പം ആത്മവിശ്വാസം കൈമുതലാകാൻ വേണ്ടി പഴയ പോലെ സൗഹൃദങ്ങളെ ആശ്രയിക്കാതെ ഇത്തരം വഴികളിലൂടെ ഒരുപക്ഷെ ഒരു ആത്മവിശ്വാസമോ ഒരു കോൺഫിഡൻസോ ഒക്കെ നേടിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ള ശ്രമമാണ് പലപ്പോഴും ഇങ്ങനെയും കുട്ടികളെ വഴിതിരിച്ചെത്തിക്കുന്നതെന്ന് ഞാൻ കരുതുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ആകത്തുകയിൽ പറയുകയാണെങ്കിൽ കൂട്ടുകൂടാനും കൂടുതൽ സാമൂഹ്യമായിട്ട് ഇടപെടാനും വിനോദ ഉപാധികളാണെങ്കിലും അല്ലെങ്കിൽ സ്കൂളുകളിൽ തന്നെയാണെങ്കിലും ഒത്തുചേർന്നും പങ്കെടുക്കാനുള്ള അവസരങ്ങൾ പഠനത്തെക്കാൾ കൂടുതൽ ഉണ്ടാക്കിയെടുക്കാനുള്ള സാഹചര്യം നമുക്കുണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഡോക്ടർ വേണു, ഒരുപക്ഷെ സരയു പറഞ്ഞ വളരെ പ്രസക്തമായൊരു കാര്യം, അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ കൂട്ടുകാരില്ല. ഈ ഒരു ഉപകരണത്തിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ച് നിൽക്കുകയാണ്. അവരെങ്ങോട്ടാണ് പോകുന്നതെന്ന് ആർക്കും അറിയില്ല. ഈ ടച്ചിലേക്ക് പോയിട്ട് അവർ എവിടെ ഏതൊക്കെ ലോകത്തിൻ്റെ ഏത് മേഖലയിലേക്കാണ് അവർ പോകുന്നത്. ഒരുപക്ഷെ അതിന് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് സൈഡ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഈ ഡിജിറ്റൽ വേൾഡിലേക്ക് നമ്മൾ പ്രവേശിക്കണം. പക്ഷേ സൗഹൃദങ്ങളില്ലാത്ത ഒരു ബാല്യമെന്ന് പറയുന്നത് ഒരുപക്ഷെ ഏറ്റവും വലിയ ദുരന്തമാണ്. എന്താ വേണു? 100% ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കളിക്കളങ്ങളുടെ കുറവ്, കുട്ടികളുടെ നേരത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഫിസിക്കലായ ഒരു ആക്ടിവിറ്റി പോലും കുട്ടികൾ നടത്താത്ത രീതിയിലേക്ക് നമ്മൾ നമ്മുടെ വിദ്യാലയങ്ങളിൽ ചുരുക്കിയിരിക്കുകയാണ്. അത് ഈ ഞങ്ങളൊക്കെ നമ്മൾ പല ചർച്ചകളിലും വന്നിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരുമിച്ച് കളിക്കുക എന്ന് പറയുന്നതും വിജയിക്കുകയും പരാജയപ്പെടുകയും ചെയ്യുക പരാജയപ്പെടുന്നതാണ് ഏറ്റവും പ്രധാനമല്ലേ സാർ? അതെ. അപ്പോൾ ആ പരാജയപ്പെട്ട് അതിനെ എങ്ങനെ നമ്മൾ കോപ്പപ്പ് ചെയ്യുന്നു, അത് അത് നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മളെ പഠിപ്പിക്കുന്ന കുറേ പാഠങ്ങളുണ്ട്. നമ്മൾ എങ്ങനെ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാം, നമ്മൾ ആശ്രയിക്കുന്നത് എങ്ങനെ, നമ്മളൊരാളെ സഹായിക്കുന്നത് എങ്ങനെ, ഇതുപോലെയുള്ള വലിയ മാനസികമായിട്ടുള്ള നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ട വലിയ പാഠങ്ങൾ നൽകുന്നത് കളിക്കളങ്ങളിലും ഇതുപോലെയുള്ള ഗ്രൂപ്പ് ആക്ടിവിറ്റീസിലൊക്കെയാണ്. അതിൻ്റെ ഒരു കുറവ് വലിയ തോതിൽ നമ്മുടെ, പ്രത്യേകിച്ച് ഞാൻ കാണുന്ന മറ്റൊരു കാര്യം, നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ ഒരുപക്ഷെ ഇതിനുള്ള ചില ഇടങ്ങളെങ്കിലുമുണ്ട്. പല സ്വകാര്യ മാനേജ്മെൻറ്റ് സ്കൂളുകളിലും ഇതിനെ പാടേ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ പഠനം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളുടെ സമ്മർദ്ദവും ആ വിദ്യാലയങ്ങളുടെ സമ്മർദ്ദവും കൂടി ആകുമ്പോഴേക്കും പല കുട്ടികളും ഈ നമ്മൾ ആ ഒരു സ്പീഡിൽ മുന്നോട്ട് പോകാൻ പഠിക്കാൻ പറ്റാത്ത കുട്ടികളുടെ മാനസിക നിലയാണ് ഒരുപക്ഷെ ഇതുപോലെയുള്ള ടെൻഡൻസീസിലേക്ക് വഴുതി വീഴാൻ അവരെ കുട്ടികൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നോക്കാം എന്താ അവർക്ക് പറയുന്നത്. നമസ്കാരം സാർ, എൻ്റെ പേര് ആസിഫ്. നമ്മൾ കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നത് അത് ലഹരിയാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല, പല ഭക്ഷണ രൂപങ്ങളിലൂടെയാണ് നമ്മൾക്കത് എത്തുന്നത്. അതിനെ തടയാൻ സർക്കാർ എന്തൊക്കെ നടപടികളാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ഒരു ചോദ്യമാണ് സീമിനോടുള്ള ചോദ്യമാണ്. അതായത് ഇത് ലഹരിയാണോന്ന് അവർക്ക് അറിയില്ല. പല രൂപത്തിലും കേക്കായിട്ടും. ഇവിടെ സാറ് പറഞ്ഞൊരു കാര്യമാണ്, സിംഗ് സാറ് പറഞ്ഞതുപോലെ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു അറിവ് പകരുന്നതും ഇതിൻ്റെ ഭാഗമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. പറഞ്ഞ് അത് കഴിച്ച് കഴിഞ്ഞ് അതൊരു ശീലമാകുന്നു, ഒരു അഡിക്ഷനായി മാറും. അഡിക്റ്റ് ആക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പിന്നെ ഫ്രീ ആയിട്ടും കൊടുത്തു വരും. അപ്പോൾ അതിന് നല്ല രീതിയിലുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിച്ച് പോകുക എന്നുള്ളത് തന്നെയാണ്. ഒന്ന്, കുട്ടികളെ ബോധവൽക്കരിക്കുക, ഈ കാര്യങ്ങൾ കുട്ടികളറിയുക. കുട്ടികളെ ബോധവൽക്കരിക്കുന്നതോടൊപ്പം രക്ഷിതാക്കളെയും അധ്യാപകരെയും ബോധവൽക്കരിക്കുക. അങ്ങനെ എല്ലാ വഴിയും തടയുന്ന ഒരു നില എടുക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ സർവേ ഒരു പക്ഷേ ഇത് ഭിന്നാഭിപ്രായമല്ല, എൻ്റെ മനസ്സിലുള്ള സന്ദേഹമാണ് കേട്ടോ. അതായത് പണ്ട് അമിതാഭ് ബച്ചൻ്റെ ഹെയർ സ്റ്റൈൽ കണ്ടിട്ട് എത്രയോ ആൾക്കാർ ബച്ചൻ കട്ടായിട്ട് നടത്തി. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ബാർബർ ഷോപ്പുകൾ മുഴുവൻ കമലഹാസൻ്റെ ഹെയർ സ്റ്റൈലും വസ്ത്രധാരണമായിരുന്നു. അപ്പം സിനിമ മനസ്സിനെ സ്വാധീനിക്കുന്നില്ല എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? സന്തോഷം എങ്ങനെയാണ് അത് സംബന്ധിച്ചൊരു സാർ? സിനിമ കൊണ്ട് എൻ്റെ അഭിപ്രായം, ഞാൻ സിനിമ കാണുന്ന ആളാണ് സാർ. മിക്കവാറും എല്ലാ ദിവസവും എല്ലാ സിനിമയും കാണും. സിനിമ ഹാളിൽ ഫസ്റ്റ് ഷോ നമ്മുടെ OTT പരിപാടിയില്ല സാർ. സാർ സിനിമ തന്നെ എൻ്റെ അഭിപ്രായം ഒരു മിനിറ്റ് OTT കാണില്ല, OTT കാണാം. സിനിമ ഹാളിൽ പോയി നമ്മുടെ സിനിമ കാണും സാർ. അതിൻ്റെ സാർ അതിനകത്ത് നമ്മൾ സിനിമ നമുക്ക് ബോറടിക്കുന്നു, നമ്മൾ പോയി സിനിമ കാണുന്നു, അത്രേ ഉള്ളൂ സാർ. നമ്മൾ സിനിമ നിന്ന് ആരും ഒന്നും പഠിക്കുന്നില്ല എന്നാണ് എൻ്റെ. അത് ശരിയാണ്. പക്ഷേ ഒരു കാര്യം പറയാം, അത് നമ്മളെ ഒരു സിനിമ വന്നു, ഒരു നായകൻ അല്പം റൗഡി വേഷക്കാരനാണ്. അപ്പോൾ കുട്ടികളെയാണ് പുള്ളി ഒന്ന് ഉപയോഗിക്കുന്നത്. എടാ മോനെ എന്ന് വിളിക്കുന്ന ഒരു പടം, എല്ലാവർക്കും അറിയുന്ന പടം. അതിൻ്റെ ഒരു രീതി അങ്ങനെയാണ്. നമ്മൾ പോലീസ് വന്ന് പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്. അതിനുശേഷം നമ്മുടെ ഇവിടെയുള്ള ചില ഗാങ് ലീഡേഴ്സ് ഉണ്ടല്ലോ, അവരുടെ അടുത്ത് ഒരു കൂട്ടുകൂടുന്ന ഒരു പ്രവണത ഈ കുട്ടികൾക്ക് വരുന്നു. അങ്ങനെ ചില പ്രത്യേക വ്യക്തികളെ പ്രത്യേക പേരുകളുണ്ടാവുമല്ലോ, ആ പേരുകളുടെ അടുത്ത് ഇവർ എത്തി
അതിൻ്റെ ഭാഗമാകുന്നു. അങ്ങനെ ഒരു പ്രവണത വന്നിരിക്കുന്നുവെന്ന് ഒരു പോലീസ് റിപ്പോർട്ട് ആ ഘട്ടത്തിൽ വരികയുണ്ട്. എന്നാലും നമ്മൾ സരയുവിനെ ഒറ്റപ്പെടുത്താൻ പാടില്ല. ഇതിനകത്ത് ഒരു നമ്മുടെ പ്രേം നസീർ സാർ മുതൽ സത്യൻ, നമ്മുടെ മോഹൻലാൽ, നമ്മുടെ മമ്മൂട്ടി, നമ്മുടെ പൃഥ്വിരാജ്, അവർ സാർ ഒരു എപ്പോഴും നാം അവരെ കാണുന്നത് അവരെ ആരെയും നമ്മുടെ സമൂഹത്തിൻ്റെ മോശമായ ശക്തികളെ നിന്ന് അവരെ സമൂഹത്തിനെ അവർ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു. അവർ നല്ല ഭർത്താവായിട്ട് നമ്മൾ കാണുന്നുണ്ട്, അവർ നല്ല സഹോദരനായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നാട്ടുകാർ, എൻ്റെ ചോദ്യം ഇതാണ്, നാട്ടുകാർ ഈ കാര്യങ്ങൾ മാത്രം പഠിക്കാത്ത എന്താണ് സാർ? ഈ കാര്യങ്ങൾ നമ്മൾ പഠിക്കണമല്ലോ സാർ. അല്ല, ചോദ്യം അങ്ങോട്ടല്ല, അങ്ങോട്ടാ ചോദിക്കണ്ടേ. അപ്പോൾ അവർ നമ്മളൊന്നും പഠിക്കുന്നൊന്നുമില്ല സാർ. നമ്മൾ കാണുന്നു, സിനിമ ബോറടിക്കുന്നു, സിനിമ കാണുന്നു, പഠിക്കാനൊന്നും പോകുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം സാർ. കേരളത്തിലെ സിനിമാ വ്യവസായം അദ്ദേഹത്തിനോട് കടപ്പെട്ടിരിക്കുന്നു. ഫസ്റ്റ് ഷോ ആദ്യം പോയി കാണും. നമുക്ക് ഈ സിനിമകൾ കഴിഞ്ഞ് ഇതേപോലെ തന്നെ തിരിച്ചു ചേരാൻ, ഒത്തുചേരാൻ കളിക്കളങ്ങളും വായനാശാലകളും കൂട്ടായ്മകളും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളും നമ്മുടെ ചെറുപ്പകാലത്തെല്ലാം ഈ പോലെ അതിമാനുഷിക കഥാപാത്രങ്ങളും സഭ്യമല്ലാത്ത ഭാഷയിൽ സംസാരിക്കുന്ന കഥാപാത്രങ്ങളും എല്ലാം കണ്ടു വളർന്നിട്ടുണ്ട്. പക്ഷെ ഒരു പരിധിക്കപ്പുറം ഇതൊന്നും നമ്മളെ സ്വാധീനിച്ചിട്ടില്ല. കണ്ട് മലർന്ന് അല്ലെങ്കിൽ ആസ്വദിച്ച് നമ്മൾ നമ്മുടെ മറ്റ് കളിക്കളങ്ങളിലേക്ക്, ഇടങ്ങളിലേക്ക് മടങ്ങി പോവുകയാണ് ചെയ്തത്. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ ഇത് കഴിഞ്ഞ് നേരെ വരുന്നത് ഈ മൊബൈൽ ഫോൺസിലേക്കാണ്. ഈ സംഭാഷണങ്ങൾ റീലുകളായി അവർ സ്വയം താരങ്ങളാവാനാണ് നോക്കുന്നത്. വളരെ പെർഫെക്റ്റ് ആയിട്ട് 5ഉം 10ഉം ടേക്കുകൾ എടുത്ത് അവരവരുടെ വീട്ടിലെ സേഫ് സോണിലിരുന്ന് താരങ്ങളായി സ്വയം കണ്ട് ആസ്വദിച്ച് നിർവൃതി അടയാണ് അവർ ചെയ്യുന്നത്. ഇതേ സാധനം 10 പേരുടെ മുമ്പിൽ നിന്ന് ഒരു ഭാഷ സംസാരിക്കാൻ അല്ലെങ്കിൽ ഒരു വാക്ക് എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ആ കോൺഫിഡൻസ് ഇല്ല. സ്വയം എവിടേക്കോ താരങ്ങളാവാൻ ശ്രമിക്കുകയും എന്നാൽ അതിന് തെറ്റായ വഴികളിലൂടെ ചേർന്ന് അമിതമായ താരാധനയിലേക്ക് പോകുന്നൊരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെ മറ്റൊരു രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ ഒരു ആരാധന കഥാപാത്രങ്ങളോട് അല്ലെങ്കിൽ ആക്ടേഴ്സിനോട് ഉണ്ട് എങ്കിൽ അവരെ മുന്നിൽ നിർത്തി നമുക്ക് ഈ ബോധവൽക്കരണ പ്രവർത്തികൾ അത് വളരെ പ്രസക്തമാണ്. ഉപയോഗിക്കാനുള്ള സാധ്യത. എന്തിനാണ് ഈ സിനിമാ രംഗത്തുള്ള അഭിനേതാക്കളെ ബ്രാൻഡ് അംബാസഡർമാർ ആക്കിക്കൊണ്ട് ഈ ഒരു പ്രചരണം നടത്തുന്നത്? ഇപ്പം എനിക്ക് തോന്നുന്നു വിമുക്തിയുടെ ആദ്യത്തെ ബ്രാൻഡ് അംബാസഡർ എനിക്ക് തോന്നുന്നു സച്ചിനായിരുന്നു. അതൊരു വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഡോക്ടർ പത്മകുമാർ, അതായത് നമ്മുടെ വീട്ടിലെ മാതാപിതാക്കളുടെ ഒരു ഉത്തരവാദിത്വം, ഒരുപക്ഷെ ആ ഒരു ഉത്തരവാദിത്വം നമ്മൾ അടിവരട്ടേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അവർ ഒരുപക്ഷെ ആ ഒരു മേഖലയിൽ നിന്ന്, കുട്ടികളുടെ മേഖലയിൽ നിന്ന് പയ്യെ വ്യതിചരിച്ച് മാറുന്നുണ്ടോ? അവർ ഈ ഒരു കാര്യങ്ങളൊന്നും അവർ പരിശോധിക്കാതെ പോകുന്നുണ്ടോ? എന്താണ് താങ്കളുടെ അഭിപ്രായം? ഒരു കുട്ടി ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് അവൻ്റെ വീട്ടിലാണ്, സ്കൂളിലല്ല. കൂടുതൽ സമയം ചെലവഴിക്കുന്നത് വീട്ടിലാണ്. അപ്പോൾ മാതാപിതാക്കൾക്ക് വലിയൊരു പങ്കുണ്ട് ഇതിനകത്ത്. ആ ഒരു ഫാമിലി ഹെൽത്ത് എന്ന് പറയുന്നത് ആരോഗ്യകരമായിട്ടുള്ളൊരു കുടുംബാന്തരീക്ഷം ഉണ്ടെങ്കിൽ ആ കുട്ടികൾ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് മാതാപിതാക്കളുമായിട്ട് ചർച്ച ചെയ്യുകയും അപരിചിതരുമായിട്ടുള്ള സൗഹാർദ്ദങ്ങളും സുഹൃത്ത് ബന്ധങ്ങളും ഒക്കെ ഒഴിവാക്കുകയും ചെയ്യും. അപ്പോൾ ഇതിനകത്ത് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, മാതാപിതാക്കൾ നല്ല റോൾ മോഡൽസായിട്ട് മാറണം. അതായത് ഇപ്പോൾ മദ്യപിച്ചുകൊണ്ട് വരുന്ന ഒരു അച്ഛൻ ഒരിക്കലും ഒരു കുട്ടിയെ ഉപദേശിക്കുവാൻ സാധിക്കുകയില്ല. അപ്പോൾ കുട്ടി ഏറ്റവും നല്ല കാര്യങ്ങൾ, ബാലപാഠങ്ങൾ പഠിക്കേണ്ടത് അവൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ അവൻ്റെ അച്ഛൻ, അവൻ്റെ അമ്മ റോൾ മോഡൽ ആവുക എന്നുള്ളത് വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന മാറ്റങ്ങളെല്ലാം നമ്മുടെ കുടുംബാന്തരീക്ഷത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ കുട്ടികളെ സ്വാധീനിക്കുന്നുമുണ്ട്. അപ്പോൾ കുട്ടികളും മാതാപിതാക്കളുമായിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ളൊരു ബോണ്ടിങ്, ഒരു ആരോഗ്യകരമായിട്ടുള്ളൊരു കുടുംബാന്തരീക്ഷം ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. 1. 2, മുമ്പേ നമ്മൾ അധ്യാപകരെ ട്രെയിൻ ചെയ്തെടുക്കുന്നത് പോലെ തന്നെ ഈ പാരൻസിനെ നമ്മൾ ട്രെയിൻ ചെയ്ത് എടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു കുട്ടി ഇത് ഉപയോഗിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെ മാസ്ക് ചെയ്യാനാണ് ആദ്യം പല മാതാപിതാക്കളും ശ്രമിക്കുന്നത്, മറച്ചു വെക്കാനായിട്ട് ശ്രമിക്കുന്നു. അതല്ല, അതിനെ അവർക്ക് തന്നെ ഇത് നേരെയാക്കി മാറ്റാൻ പറ്റുമെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ അവർക്കത് ബന്ധപ്പെടാൻ പറ്റിയൊരു സ്ഥലത്ത് അവരത് ബന്ധപ്പെടുകയും, ഒരു അസുഖം വന്നാൽ നമ്മൾ ചികിത്സിക്കുകയല്ലേ ചെയ്യുന്നത്, രോഗമായിട്ട് കാണണം എന്ന് തന്നെയാണ്. അമ്മയുടെ ഒരു പ്രതികരണം നോക്കാം. 750ഓളം പേർ അമ്മമാർ ചേർന്നുള്ള ഒരു സംഘടനയാണ് മദേഴ്സ് ആർമി. ഒരേ ഒരു ചോദ്യമേ ചോദിക്കാനുള്ളൂ. ജയിൽ ശിക്ഷ അനുഭവിച്ച്, ലഹരിയുടെ പേരിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച് തിരികെ വരുന്ന ഇത്തരം ആൾക്കാരെ ഇത്തരം പ്രവർത്തികൾ വീണ്ടും പെടാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്? മദേഴ്സ് ആർമി, അതായത് ഇവർ തിരിച്ച് വന്നു കഴിയുമ്പോൾ അവരെ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യണം, അതൊരു പ്രധാനപ്പെട്ട ഒരു ഘട. എനിക്കൊന്ന് ഇവിടെ ആരോ ഒരാൾ ചോദിക്കണം എന്നോട് പറഞ്ഞിരുന്നു. ഗൗതം, എന്താണ് ചോദ്യം? നമസ്കാരം സാർ. ഒരിക്കൽ ലഹരിക്ക് അടിമപ്പെട്ട ശേഷം അതിൽ നിന്നും മുക്തരായി വന്ന കുട്ടികളെക്കുറിച്ചാണ് ഞാൻ ചോദിക്കാൻ തീരുമാനിച്ചിരുന്നത്. ലഹരി അടിമപ്പെട്ട അതിനുശേഷം അതിൽ നിന്ന് മുക്തരായി വന്ന കുട്ടികളെ അംഗീകരിക്കാൻ സമൂഹത്തിന് പൊതുവേ ഒരു വിരസതയുണ്ട്, ഒരു മടിയുണ്ട്. അപ്പോൾ ഈ പ്രശ്നത്തിനൊരു പരിഹാരം എന്തായിരിക്കും? രണ്ടും സമാനമായ ചോദ്യങ്ങളാണ്. ബ്രാൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നതാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അമ്മ ഇവിടെ സൂചിപ്പിച്ചതും നമ്മുടെ ഇപ്പം പാനലിൽ നിന്ന് വന്നതും. നമ്മളിതിനെ
എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്നുള്ളത് നമ്മുടെ ഈ ചർച്ചകളിൽ വന്നിട്ടുള്ളതാണ് സർ. നമ്മൾ 2-3 യോഗങ്ങൾ നടത്തിയ സമയത്ത് വിദഗ്ധരുടെ ഭാഗത്തു നിന്ന് തന്നെ വന്നിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇതിനൊരു വലിയ മാനസിക രോഗത്തിൻ്റെ എലിമെൻ്റ് ഇതിലുണ്ട്. പ്രത്യേകിച്ചും അഡിക്ഷനിലേക്ക് പോകുന്ന കുട്ടികൾക്ക് അതിലേക്ക് പിന്നെ വരാം സർ. പക്ഷേ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ലഹരി ഉപയോഗം, അതിന് ശേഷം ചികിത്സ, അല്ലെങ്കിൽ അതിൻ്റെ മറ്റുള്ള വശങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം തിരിച്ചു വരുമ്പോൾ ഈ റീഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നതും അത് വലിയ ഹാൻഡ് ഹോൾഡിങ് ആവശ്യമുള്ളൊരു കാര്യമാണ്. അത് ഒരു പെട്ടെന്ന് നിങ്ങളുടെ അസുഖം തീർന്നിരിക്കുന്നു, മരുന്ന് കൊണ്ട് അവസാനിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിന് പകരം അതൊരു മാനസിക രോഗമായി തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാകും, കുട്ടിയുടെ മനസ്സിലുണ്ടാവും. അതുകൊണ്ട് തിരിച്ചു വരുമ്പോൾ വളരെ സൂക്ഷ്മമായി തന്നെ കൈകാര്യം ചെയ്യുകയും അതിന് പാരൻസിന് വലിയൊരു റോളുണ്ട്. പക്ഷെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം സർ, ഇതിൽ ഈ വിദഗ്ധരുടെ അഭിപ്രായമാണ് ഞാനിവിടെ പറയുന്നത്. ഈ ലഹരിക്ക് അടിമപ്പെട്ട് പോകുന്ന കുട്ടികൾ അല്ലെങ്കിൽ യുവാക്കൾ നല്ലൊരു പങ്ക് വരുന്നത് ബ്രോക്കൺ ഫാമിലീസ് നിന്നാണ്. ഈ കുടുംബ സാഹചര്യത്തിൽ തന്നെ പ്രശ്നങ്ങളുണ്ട് സർ. അതിൽ നിന്നുള്ളൊരു മോചനം പോലെയാണ് അവർ പലപ്പോഴും ലഹരിയെ കാണുന്നത്. അങ്ങനെയുള്ള കുട്ടികൾ നമ്മൾ ഈ ചികിത്സിച്ച് അവരുടെ അഡിക്ഷൻ്റെ സ്വഭാവം മാറ്റിയാൽ പോലും പിന്നീടും അവർക്ക് നമുക്കൊരു കവചം, നമ്മൾ തന്നെ സമൂഹം തന്നെ ഒരു കവചം തീർക്കേണ്ടതായിട്ടുണ്ട്. അവരുടെ പല കാര്യങ്ങളിലും ഒരുപക്ഷെ രക്ഷാകർത്താക്കൾക്ക് നൽകാൻ സാധിക്കാത്ത സപ്പോർട്ട് അവർക്ക് വിദ്യാലയങ്ങളിൽ ലഭിക്കേണ്ടതായിട്ടുണ്ട്. ഇനി അതുമല്ല, അവർക്ക് തുടർച്ചയായിട്ട് പ്രൊഫഷണൽ കൗൺസിലിങ്ങും പ്രൊഫഷണൽ സപ്പോർട്ടും നൽകേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്ന സർ ഈ ദൗത്യത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ചർച്ചകളിൽ വിദഗ്ധരുടെ കുറിപ്പുകളിൽ വന്നിട്ടുള്ള ആക്ഷൻ പോയിന്റ്സ് ആണ്. ഇതെല്ലാം ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. തുടർച്ചയായിട്ട് തന്നെ ഒരുപക്ഷെ 1 അതിലധികം വർഷങ്ങളോ നീണ്ടു നിൽക്കുന്ന ഒരു റീഇൻറ്റഗ്രേഷൻ നമുക്ക് നൽകേണ്ടതായിട്ട് വരും. കേരളത്തിൽ വിതരണമാണ് കൂടുതൽ നടക്കുന്നത്. ഈ ഡ്രഗ്സ് മാനുഫാക്ചറിങ് ഇവിടെ വലിയ തോതിൽ ഇതേവരെ തുടങ്ങിയിട്ടില്ല. ഇനി വരുമോ എന്ന് പറയാനാവില്ല. ഇപ്പോൾ ആ മുഴുവൻ വ്യവസ്ഥ ഇപ്പം എല്ലാം മാറി. ഇപ്പോൾ പുറത്തുനിന്ന് സാധനങ്ങൾ കൊണ്ട് പറയണമെന്നതിൻ്റെ ആവശ്യമേ ഇല്ല, നമ്മൾ തന്നെ വീട്ടിൽ ഉണ്ടാക്കാം. അതാണ് സാർ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഋഷായ് സിംഗ് സാറ് അത് വീട്ടിലുണ്ടാക്കാനുള്ള ടെക്നിക്ക് ഇനി പറയാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഒരു കാര്യം. ഞാൻ പേടിച്ചു അതിൻ്റെ ഫോർമുലയും കൂടി പറയുമെന്നൊരു സംശയം. നമ്മുടെ മാറിയ സമൂഹത്തിൻ്റെ ഒരു പ്രതിനിധിയായിട്ട് തന്നെ ആ കുട്ടിയെ ഞാൻ കാണുന്നു. മുന്നോട്ട് വന്ന് പേര് സഹിതം വെളിപ്പെടുത്തി സംസാരിക്കാനുള്ള ഒരു ധൈര്യം ആ കുട്ടിക്ക് ഇന്നത്തെ സാമൂഹിക സാഹചര്യത്തിലായതുകൊണ്ടായിരിക്കും കൈവരുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. സമയപരിധി ഇല്ലാതെ ജോലി ചെയ്യുന്ന ടെക്കുകൾക്കിടയിലേക്ക് ഇത്തരം, അതായത് സിന്തറ്റിക് ലഹരി പോലുള്ള ലഹരി പദാർത്ഥങ്ങൾ എത്തിച്ചേരാൻ എളുപ്പമാണ് എന്നാണ് പറയപ്പെടുന്നത്. വിപണനം നടക്കുന്നതൊന്നും ഓഫീസുകൾക്ക് അകത്തല്ലല്ലോ, കൂടുതലും നടക്കുന്നത് അതിന് ചുറ്റുപറ്റിയുള്ള പൊതുപ്രദേശങ്ങളിൽ തന്നെയാണ്. നമ്മൾ സ്വീകരിച്ച നടപടികൾക്ക് ഫലമുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ആ കുറവ് കൂടുതൽ ആക്കാൻ നമുക്ക് സാധിക്കുമെന്നാണ് അത് നൽകുന്ന പ്രതീക്ഷ. പിണറായി വിജയൻ സർക്കാർ 10ാം വർഷത്തിലേക്ക്. പുരോഗതിയുടെ നവകേരളം സാധ്യമാക്കി 2ാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികം. ഏപ്രിൽ 21 മുതൽ മെയ് 23 വരെ എന്റെ കേരളം. എല്ലാ ജില്ലകളിലും മുഖ്യമന്ത്രി വിളിച്ചു ചേർക്കുന്ന യോഗങ്ങൾ, വിവിധ വകുപ്പുകൾ ജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങൾ, അറിയേണ്ടതും ഉപകാരപ്രദവുമായ പദ്ധതികൾ എന്നിവയുൾപ്പെട്ട ഒരാഴ്ച വീതം നീണ്ടു നിൽക്കുന്ന ജില്ലാതല പ്രദർശന വിപണന ഭക്ഷ്യ കായിക മേളകൾ, 6 സംസ്ഥാനതല യോഗങ്ങൾ, വികസന പദ്ധതികൾ സംബന്ധിച്ച മേഖലാ അവലോകന യോഗങ്ങൾ, കലാപരിപാടികൾ, ഷോർട്ട് വീഡിയോ മത്സരം. ഒത്തുചേരാം നാടിന്റെ ആഘോഷത്തിനായി.